അതിലെ കുറച്ചെടുത്തുള്ളൂ. ആ ഡിജിറ്റലിന്റെ കഴിഞ്ഞ ദിവസത്തെ കംപ്ലീറ്റ് ആക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ആ ഇത് അടുത്ത യൂണിറ്റ് വരുന്നത് ഇത്ര നേരം ഞാൻ പഠിച്ചിരുന്നത് DC ഡയറക്ട് കറണ്ട് ആയിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ ഡിജിറ്റൽ സിഗ്നലിനും അനലോഗ് സിഗ്നലിനും അതിൽ അനലോഗ് സിഗ്നലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡയറക്ട് കറണ്ടും ഓൾട്ടർനേറ്റീവ് കറണ്ടും. അതിൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഹലോ ഹലോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല മിസ്സേ. ആ അപ്പൊ നമുക്ക് ഡയറക്ട് കറണ്ട് എന്താ നോക്കാം. ഡയറക്ട് കറണ്ടിൽ ഇപ്പൊ ആദ്യത്തെ ഈ ഫിഗർ തന്നിരിക്കാൻ നോക്കിയേ. ഇതിപ്പോ ഈ ടൈമിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡിൽ നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ഇത് ചേഞ്ച് വരുന്നില്ല. ഡയറക്ഷനിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഈ ഒറ്റ പോയിന്റ് തന്നെ വരുന്നത് കൊണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാത്തതാണ് ഡയറക്ട് കറണ്ട്. ഇപ്പൊ ഡയറക്ട് കറണ്ട് എന്ന് പറയുമ്പോൾ മിസ് ഇത് മൊഡ്യൂൾ 2 ആണോ? 2 ആണോ 3 ആണോ? ആ 2 അല്ലേ? ഇതല്ലേ നമ്മുടെ ആ ഇതിലത്തെ ഫസ്റ്റ് ഭാഗമാണ് ഇതാണ് എടുക്കുന്നത്. മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ലെ ഫസ്റ്റ് ഭാഗമാണ്. അപ്പൊ ഇതിൽ ഡയറക്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യില്ല. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്തതിന് ഡയറക്ട് കറണ്ട് എന്ന് പറയുന്നത് ഫിഗർ നമുക്ക് ഇതുപോലെ ഡിനോട്ട് ചെയ്യാം. എന്നുവെച്ചാൽ നേരിട്ടായിരിക്കും പോകുന്നത് വെച്ചാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഒരു AC കറണ്ട് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ നോക്കി ഈ ഡയറക്ഷൻ ഈ ലൈനിന് മുകളിൽ വരുന്നൊക്കെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, താഴെ വരുന്നൊക്കെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെ ഈ ലൈൻ പോകുന്ന നോക്കിയേ, മുകളിലേക്ക് വന്നു, താഴേക്ക് വന്നു, മുകളിലേക്ക് വന്നു, താഴേക്ക് വന്നു, ഇങ്ങനെ പോകണം. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് AC കറണ്ടും ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ചേഞ്ച് ചെയ്യാത്തത് ഡയറക്ട് കറണ്ടും. ഇപ്പൊ രണ്ടും ക്ലിയർ ആണോ? ഓക്കെ. ഡയറക്ഷൻ കറണ്ടിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഡയറക്ട് കറണ്ടിന് ഒരു എക്സാമ്പിൾ കൂടിയാണത്. ഇത് പോസ്റ്റ്ലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലേ വരുന്നുള്ളൂ, നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്നില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് മാറി മാറി പോകുന്നുണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ നമുക്ക് പോസ്റ്റ്ലേറ്റിംഗ് DC എന്ന് പറയാം. ഇനി ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് AC കറണ്ട് ആണ് പറയുന്നത്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരാം. ഇത് സെൻട്രൽ ലൈനിലേക്ക് പോസിറ്റീവ് വന്നു, നെഗറ്റീവ് വന്നു, വീണ്ടും പോസിറ്റീവ് വന്നു, വീണ്ടും നെഗറ്റീവ് വന്നു. അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് AC കറണ്ട് ആയി. അപ്പൊ ACക്കും DCക്കും രണ്ട് എക്സാമ്പിൾ ആണ് വെച്ചാൽ ഈ ഫിഗർ വെച്ച് പറഞ്ഞത്. ക്ലിയർ ആണത്? ആ ഇനി ടൈം പീരീഡ്.
നോട്ടിലുണ്ട്, നോക്കട്ടെ ഓപ്പൺ ആവുന്നു. ഇനി ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിക്കുന്ന ഇവിടെ വരെ, ഇതിനാണ് നമ്മൾ എന്താ പറയാ, ടൈം പീരീഡ് എന്ന് പറയാം. ഇപ്പൊ ഫിഗർ വരച്ചേക്കണെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിലൂടെ വന്നു, നെഗറ്റീവിലൂടെ അവസാനിച്ചു. ഈ പോയിന്റിൽ അവസാനിക്കുന്നതിന് ഇവിടെ വരെ ഉള്ളതിനാണ് നമ്മൾ എന്താ പറയാ, ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1/, ടൈം പീരീഡ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ കൂടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് RMS വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് കറണ്ടില് RMS വാല്യൂ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫിഗർ അനുസരിച്ച്, അതായത് നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ DC AC ആണ്. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് DCയിൽ ഉണ്ടാവുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് AC പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് സെയിം റെസിസ്റ്റൻസിലാണെങ്കിൽ പറ്റും. അപ്പൊ അതാണ് ഇവിടെ ഈ ഡെഫിനേഷൻ പറയുന്നത്. ഈ ഒരു ഫിഗറിലുള്ള DCയിൽ വരുന്ന സെയിം ഹീറ്റ് നമുക്ക് ഈ റെസിസ്റ്റൻസിൽ ഇവിടെയും ഇതേപോലെ സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, AC-യിലും സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്കിവിടെ RMS വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്, H = I² RT. H = I² RT ആണ് നമ്മുടെ ഹീറ്റിന്റെ ഇക്വേഷൻ. അതിൽ IRM² എന്നാണ് I1ന്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ I1² + I2² + എക്സെട്ര IN² ആണ് IARMS സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയറുകൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ റൂട്ട് കൊടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, IRMSന്റെ ഇക്വേഷൻ √I1² + I2² + എക്സെട്ര IN² ഹോൾ ഡിവൈഡ് ബൈ n വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഫോം ഫാക്ടർ കാണുന്നുണ്ടെങ്കിൽ RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം ഫാക്ടർ കാണാം. ഇതിനൊക്കെ പ്രോബ്ലത്തിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ Hന്റെ ഇക്വേഷൻ I² RT, ഹെൻറി ഇക്വേഷൻ I² RT. IRM² ആണെന്നുണ്ടെങ്കിൽ I1² + I2² + എക്സെട്ര IN². IRMS ആണെന്നുണ്ടെങ്കിൽ അതിന് സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് റൂട്ട് കൊടുക്കുക. അപ്പൊ √I1² + I2² + എക്സെട്ര IN² ഡിവൈഡ് ബൈ n വരും. ഇനി ഫോം ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് ആം വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. അതുപോലെ പീക്ക് ഫാക്ടർ കാണുന്നുണ്ടെങ്കിൽ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ. ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഇനി ഫേസ് ഓഫ് വേവ് ഫോമിന്റെ ഫേസസ് ആണ് ഇനി പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എയും ബിയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് സ്റ്റാർട്ടിങ് ഡിഫറെന്റ് പോയിന്റിലാണ്. അപ്പൊ ഫേസസ് ആർ ഡിഫറെന്റ് ആയിരിക്കും. അതിൽ ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ എയിൽ അവസാനിപ്പിച്ചു. അത് ബി സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു പോയിന്റിലാണ്. അപ്പൊ വേറൊരു ലൈൻ കിട്ടും നമുക്ക്. അപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ രണ്ട് പോയിന്റിന്റെയും ഈ സ്റ്റാർട്ടിങ് ഡിഫറൻസസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫേസ് ഡിഫറൻസ് ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഇൻ ഫേസസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു ഫേസസ് വരുമ്പോൾ രണ്ടും ഓരോ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസസ് ഉണ്ട്, ഡിഫറെന്റ് സ്റ്റാർട്ടിങ് ഡിഫറൻസ് വരുന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ ഫേസ് ഡിഫറൻസ് വരും. ഇൻ ഫേസ് ഇൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒരു പോയിന്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ആണ് ഫേസ് ഇൻ. ഫേസ് ഇൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സെയിം ആയിരിക്കും, സെയിം ടൈം തന്നെ മാക്സിമം പോയിന്റ് വരുന്നത് സെയിം ടൈം തന്നെ ആയിരിക്കും. അതായത് മാക്സിമം പോയിന്റ് കാണാന്ന് വെച്ചാല് ഈ ഫിഗറിൽ നമുക്ക് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് പോയിന്റിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി അടുത്ത പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാക്സിമം പോയിന്റിൽ എത്തി, പിന്നെ അത് താഴേക്ക് വന്നു. പക്ഷെ ബി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വേറൊരു മാക്സിമം പോയിന്റിലാണ് എത്താം. എന്ന് വെച്ചാൽ രണ്ടും ഓരോ മാക്സിമം പോയിന്റിൽ എത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ ഡിഫറെന്റ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡിഫറെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റും ഡിഫറെന്റ് മാക്സിമം പോയിന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഇൻ ഫേസ് എന്ന് പറയുമ്പോൾ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പൊ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ സെയിം മാക്സിമം പോയിന്റ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം ഈ മാക്സിമം പോയിന്റ് തന്നെ ഇതും ഡീവിയേഷൻ ഉണ്ടായിരിക്കും, തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ സെയിം പോയിന്റിൽ തന്നെ അത് മാക്സിമം പോയിന്റ് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഈ പോയിന്റും സെയിം ആയിരിക്കും. അതാണ് ഇൻ ഫേസ്. ഇനി അടുത്ത ഫിഗർ ഒക്കെ നോക്കിയാൽ എയും ബിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എയും ബിയും ഇത്രയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 90 ഡിഗ്രി ഫേസ് ആയിരിക്കും.
അപ്പൊ 90 ഡിഗ്രിയിൽ ഇതിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. രണ്ട് ലൈൻ എയും ബിയും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ബി ലൈസ് ഇൻ എ, ബി എയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനെ ലീഡ് ചെയ്ത് ബി എനെയാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ 90 ഫേസ് ഡിഫറൻസ് തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ വരുമ്പോൾ നോക്കിയേ, ബി ലീഡിങ് ഓഫ് എ, ബി ആണ് ആദ്യം വന്നേക്കുന്നത്, എ രണ്ടാമത് വന്നേക്കണം. അപ്പൊ ബി എനെയാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്നത് എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. അപ്പൊ ഇവിടെ തമ്മിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഈ ഡിഫറൻസ് വരാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഉള്ള എയും ബിയും തമ്മിൽ ഉള്ള വ്യത്യാസം ചോദിച്ചാൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബി ഈസ് ലാഗിങ് ഓഫ് എ, എനേക്കാൾ ലാഗിങ് ആയിരിക്കും ബി വരുന്നത്. ഇവിടെ പറയാം ബി ആദ്യം വന്നത് കൊണ്ട് ബി ഈസ് ലീഡിങ് ഓഫ് എനെ ലീഡ് ചെയ്ത് പോകുന്നുണ്ടാവും ബി എന്ന് പറയുന്നത്. ഇനി വരുന്നത് ബി ഈസ് ലോഗിങ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി വരണം. 180 ഡിഗ്രി വരുമ്പോൾ മാത്രം ലോഗിങ് വരുള്ളൂ. അപ്പൊ നോക്കി എ മുകളിലേക്കും ബി താഴേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 തുടങ്ങി ഡിഗ്രി ഇവിടെ വരെ 180 ഡിഗ്രി വരണം. മൊത്തം നമുക്കറിയാം പൊട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരാം, ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ അത് 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഡിഗ്രി ലാഗിങ് വരുന്നതാണ് ഇത്. ക്ലിയർ ആണത്? ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഫിഗർ പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ടായില്ല. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇന്നിപ്പോ ഈ പറഞ്ഞ ഇത്രയും ഭാഗം ക്ലിയർ ആണോ? നമുക്ക് ഡിജിറ്റൽ ഇന്നലെ കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രോബ്ലം വെച്ചിട്ട് ബാക്കി പിന്നീട് പറയാമെന്ന് പറഞ്ഞ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മ സെൻട്രൽ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് റിസീവർ സൈഡിലേക്ക് അയച്ചു. അപ്പം കോഡ് വേർഡ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. മെസ്സേജ് പ്ലസ് റിട്ടേൺ ബിറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് വേർഡ് ഉണ്ടാക്കണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അപ്പൊ സെൻട്രൽ സൈഡിൽ നിന്ന് അയക്കണ കേസാണ് പറഞ്ഞത്. ഇനി തിരിച്ച് അത് റിസീവർ സൈഡിൽ നിന്ന് അയക്കണം, സെൻട്രർക്ക് അയക്കുന്ന കേസ് വേണം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തേക്കുന്നത് 1100101. അപ്പൊ ഈവൻ പാരിറ്റി തന്നെയാണ് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കിയേ എങ്ങനെ കൊടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ കൊടുത്ത അതേ കോഡ് വേർഡ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. കോഡ് വേർഡില് 1101001 ആണ്. അപ്പൊ ഈവൻ പാരിറ്റി ആണ് ഇവിടെയും ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം വരുന്നത് ഇപ്പൊ നമുക്കറിയാം 2ന്റെ പവർ ഉള്ളിടത്തൊക്കെ എന്തായിരിക്കും, 2 പവർ ഉള്ളിടത്തൊക്കെ റിട്ടേൺ ബിറ്റും ബാക്കിയുള്ളിടത്തായിരിക്കും ഡാറ്റ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ R1, ഇത് R2, ഇത് R3, ഇത് 3 എണ്ണം ഇരിക്കുന്നത് ഈ 1ലും 2ലും 4th പ്ലേസിലായിരിക്കും ഇരിക്കുക. അപ്പൊ R1 വരുമ്പോ നമ്മൾ നേരത്തെ കേസിൽ R1 ചെക്ക് ചെയ്യാണ്. നമ്മുടെ R1 വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ 1ന്റെ പ്ലേസിലൊക്കെ 1 വരുന്നതിനെയാണ് നമ്മൾ R1 എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ ഫിഗറിൽ 1 എവിടേക്ക് വരുന്നു നോക്കിയേ. 1 വരുന്ന കേസ് ഈ R1ന്റെ ഈ പൊസിഷൻ 1 വരുന്നതാണ്. മിസ്സേ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ക്ലാസ്സിൽ എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ലേ? ഇല്ല. അപ്പൊ പിന്നെ ഇത് ഓർമ്മയിലില്ല. അപ്പൊ ഇതിനെ ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഈ എറർ കണ്ടെത്തുമ്പോ എററിൽ അപ്പൊ ഈ റിവേഴ്സൽ വേണ്ടി വരില്ല. എന്നുവെച്ചാൽ ഞാനത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു, അതുകൊണ്ട് ഞാൻ എടുത്തേ. നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കമ്മിങ് കോഡ് എന്താണെന്ന് പറഞ്ഞാൽ മതിയാവും. കമ്മിങ് കോഡിന്റെ ഈക്വേഷൻ ഈ ഭാഗം ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കമ്മിങ് കോഡ് എടുത്തിട്ടില്ല. അത് വരെ എടുത്തിട്ടില്ല. അപ്പൊ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസർവ് സൈഡിന്റെ കേസ് മാത്രം മതി. അല്ല, സെൻട്രൽ സൈഡിന്റെ കേസ് മാത്രം മതി. റിസർവ് സൈഡ് വേണമെന്നില്ല. സാർ ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു പൊസിഷനും ആ റിട്ടേൺ ബിറ്റ് ഫില്ല് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തിരിച്ച് റിസർവിങ്ങിന്റെ കേസ് ഇല്ലാത്ത കേസിൽ എന്തായാലും ഇതിന് ബാക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വരെ മതി. ഇത് വേണമെന്നില്ല കേട്ടോ. ഇത് നമുക്കിവിടെ നിർത്താം. മിസ്, ഭയങ്കര വലിയൊരു ഫിഗർ ഒക്കെ വരച്ചിട്ടുള്ള ഒരു മൊഡ്യൂൾ ഇല്ലേ? വലിയ ഫിഗർ ഒക്കെ വരയ്ക്കുന്നത് ആന്റണിയോ മോറിന്റെയും അതാണ് ഉദ്ദേശിച്ചത്? ആന്റണിയോ മോറിന്റെ അടുത്തതാണ് നമ്മൾ എടുക്കാം. ഇതിപ്പോ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ ഈ മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു.
അതിലായിരുന്നു ഇപ്പൊ ഈ എറർ ഡിറ്റക്ഷൻ കോഡിലാണ് നമ്മളിപ്പോ പറഞ്ഞ ഹമ്മിങ് കോഡ് വരാം. എറർ ഡിറ്റക്ഷൻ കോഡ് റിഫ്ലക്ഷൻ കോഡ് നേരിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിൽ ഹമ്മിങ് കോഡും പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിനോട് ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക്കാണ്. ഈ എറർ ഡിറ്റക്ഷൻ കോഡിൽ വരുന്നതാണ് ഈ ഹമ്മിങ് കോഡും ഹമ്മിങ് ഡിസ്റ്റൻസും. അപ്പൊ ഈ എറർ ഡിറ്റക്ഷൻ കോഡ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ആ 2 ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയത്. മിസ് പിന്നെ മാപ്പിംഗ് ഒക്കെ വരുന്നത് മൊഡ്യൂൾ 3 ആണെന്ന് തോന്നുന്നു. ഏതാണ് വരുന്നത്? മാപ്പിംഗ് ഒക്കെ മാപ്പിംഗ് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ. ഇനി നമ്മൾ തുടങ്ങാൻ പോണ മൊഡ്യൂളിലാണ് മാപ്പിംഗ് ഒക്കെ വരുന്നത്. മൊഡ്യൂൾ 3 ഹാഫ് ആംഗിൾ അത് 3 വരാം. നമ്മുടെ ഈ 2 മൊഡ്യൂളാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തത്. ഇതിന്റെ അല്ലേ സീക്വൻസ് ലോജിക് അല്ലേ വരുന്നത് ഇതല്ലേ? ഈ ഫ്ലിപ്പ് ഫ്ലോപ്സും പിന്നെ ഓൾജിബ്രയുടെ കേസ് വരുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സും വരുന്നുണ്ട് ഇവിടെ. നമുക്ക് പാരലൽ ആർഡറും ഇതായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാം. ബൈനറി ആർഡറും സബ്ട്രാക്ടർ ഇതൊക്കെ അല്ലേ? ഇത് മൊത്തം ഒറ്റ കണക്ട് ചെയ്ത് വരുന്നതാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് അടുത്ത ടോപ്പിക്ക് കണക്ട് ചെയ്ത് വരും. ഇതിൽ ഞാനിപ്പോ ബൂളിയന്റെ ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു പോയാലോ? ഈ ഭാഗം ഇവിടെ 2 ടോപ്പിക്കാ വരാം. എക്കണോമിക്കലും സ്റ്റാൻഡേർഡ് ഫോമും എന്തായാലും വരും. പിന്നെ ഈ മാപ്പ് വരയ്ക്കാനുണ്ടാവും, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ലോജിക് ഗേറ്റ് വെച്ചിട്ട്, അതായത് ബൂളിയൻ ഓൾജിബ്ര വെച്ചുകൊണ്ട് ഫംഗ്ഷൻ സോൾവ് ചെയ്യാനുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബൂളിയൻ ഓൾജിബ്ര തന്നെ കുറച്ച് പോസ്റ്റൽസ് ആദ്യം പഠിക്കും. ആ പോസ്റ്റൽസ് വെച്ചുകൊണ്ട് കുറച്ച് പ്രോപ്പർട്ടീസുകൾ അതായത് തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ അത് ഒന്ന് കാണാനുണ്ട്. പിന്നെ കനോണിക്കലും സ്റ്റാൻഡേർഡ് ഫോം ആക്കാനുണ്ട്. പിന്നെ അതാണ് ഈ കനോണിക്കലും സ്റ്റാൻഡേർഡ് ഫോമോട് ഉദ്ദേശിക്കുന്നത്. മിൻറ്റേം മാക്സ്. അപ്പൊ 2 ഭാഗമായി. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നേരിട്ട് ബൂളിയൻ ഓൾജിബ്ര വെച്ചിട്ട് ഇപ്പൊ B+A കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഇതിന്റെ പ്രോപ്പർട്ടി ബൂളിയൻ ഓൾജിബ്ര പ്രോപ്പർട്ടി വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന തിയറംസ് ഒക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാം. പിന്നെ മിൻറ്റേം മാക്സ് ടേം കാണാം. പിന്നെ കെ-മാപ്പ് എന്തായാലും വരാം. പിന്നെ പറഞ്ഞ ഡിജിറ്റൽ ലോജിക് ഗേറ്റ്സ് ആണ്. ഗേറ്റ്സും അതിന്റെ ബേസിക്സും യൂണിവേഴ്സൽ ഗേറ്റ്സും. അത് ഗേറ്റ്സ് മാത്രം ബൂളിയൻ ഫംഗ്ഷനിൽ വരുന്ന ഗേറ്റ്സസ് എങ്ങനെയാണ്, ആ ഗേറ്റ്സിനെ കുറിച്ചുള്ള ഫംഗ്ഷൻസ് ആണ് ഇവിടെ വരാം. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഇത് ബൂളിയൻ ഓൾജിബ്രയുടെ തിയറിയും അതിന്റെ ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഒരുമിച്ച് ചെയ്യാം. പിന്നെ കെ-മാപ്പും ഫംഗ്ഷൻസും. പിന്നെ കെ-മാപ്പിൽ തന്നെ വരുന്ന ഡോൺ കെയർ കണ്ടീഷൻ വരുമ്പോൾ അത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ടോപ്പിക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവിലേക്കും പോസിറ്റീവിനെ നെഗറ്റീവിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഇൻവെർട്ടറിന്റെ ഈ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ നോക്കിയേ, ലോ കാണിക്കുന്നത് 0 വെച്ചിട്ട്, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പൊ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് 0 ആയിരിക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് ഹൈ ആയിട്ടുള്ള 1 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതുപോലെ ഹൈ ആയിട്ടുള്ള 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും, അത് ലോ ആയിരിക്കും കണ്ടീഷൻ. അപ്പൊ ഹൈ ലെവൽ ഈസ് അപ്ലൈഡ് ഓൺ ദ ഇൻവെർട്ടർ ഇൻപുട്ട്. ഇൻവെർട്ടർ ഇൻപുട്ടിൽ ഹൈ ലെവൽ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ലോ ലെവൽ ആയിരിക്കും. അതുപോലെ ലോ ലെവലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്, ലോ കൊടുത്താൽ ഹൈ വരും, ഹൈ കൊടുത്താൽ ലോ വരും. ഇതാണ് നമുക്ക് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇൻവെർട്ടർ അല്ലെങ്കിൽ നെഗേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വേണം. ഇതിന്റെ ഒരു തിയറം കൂടി പറയണ്ട. അത് ഇപ്പോഴത്തെ സൈഡിലാണ് പോയി മാറിപ്പോയി. ഇനി അടുത്ത് വരുന്നതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഓഫ് ദ ബേസിക് ഗേറ്റിൽ വരുന്നത് ആൻഡ് ഓർ നോട്ടാണ്. ഈ നോട്ട് ഗേറ്റിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ്, അതായത് 1 കൊടുത്താൽ 0 വരും, 0 കൊടുത്താൽ 1 വരും. അപ്പൊ ആ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 ബേസിക് ഗേറ്റിൽ ഒരെണ്ണമാണ്. ഇത് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോജിക് ഫംഗ്ഷൻസുകൾ ഫോം ചെയ്യാൻ പറ്റും.
അപ്പൊ ആൻഡ് ഗേറ്റ് ഹാവ് എ 2 or more ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് വാട്ട് ഈസ് നോൺ ആസ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാണ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? ആ ഒരു കണ്ടീഷനാണ് ഈ ആൻഡ് ഗേറ്റിൽ വരുന്നത്. അതെങ്ങനെ വരാന്ന് വെച്ചാൽ ഇപ്പൊ നോക്കിയ ഫിഗർ വരയ്ക്കാനുണ്ടാവും കേട്ടോ. വരയ്ക്കണത് നോക്കി പോണേ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ ഈ വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ ഇവിടെ വരയ്ക്കണം നോക്കി, ഡിസ്റ്റിങ് ഷേപ്പ് ആയിരിക്കും വരിക. ഇതുപോലെ ഒരു എയും ബിയും രണ്ട് ഇൻപുട്ട് നമുക്ക് കൊടുത്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആൻഡ് വരയ്ക്കാന്ന് വെച്ചാൽ ഒരു വര വരച്ചിട്ട് ഇതിലൂടെ ഒരു ഡിനെ കണക്ട് ചെയ്ത് വരയ്ക്കും. ഇതിലേക്ക് എയുടെയും ബിനെയും കണക്ട് ചെയ്ത് കൊടുക്കാം. എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും. എയും ബിയും നമ്മുടെ ഇൻപുട്ട് ആണ്, കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത വെച്ചാൽ ആൻഡ് ഗേറ്റ് പ്രൊഡ്യൂസ് ഹൈ ഔട്ട്പുട്ട് ഓൺലി ഓൾ ദ ഇൻപുട്സ് ആർ ഹൈ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് എന്ന് കിട്ടുള്ളൂ, ഹൈ എന്ന് കിട്ടുള്ളൂ. അപ്പൊ രണ്ട് ഇൻപുട്ട് ഞാൻ കൊടുത്തു, ആ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് എന്ന് കിട്ടുള്ളൂ, ഹൈ ആണെന്ന് കിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം ലോയും ഒരെണ്ണം ഹൈ ആണെന്നുണ്ടെങ്കിലും റിസൾട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഒന്ന് ലോയും ഒന്ന് ഹൈ ആണെന്നുണ്ടെങ്കിലും ലോ ആയിരിക്കും. രണ്ടും ലോ ആണെന്നുണ്ടെങ്കിലും ലോ ആയിരിക്കും. അപ്പൊ ഒറ്റ കണ്ടീഷൻ നമുക്ക് പഠിക്കാനുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി. ആൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത കേസൊക്കെ എന്തായിരിക്കും? ലോ ആയിരിക്കും. അതാണ് ഇവിടെ താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Two input AND gate output X. The high is input of A and high is B. എയും ബിയും ഹൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലോ. ഇഫ് അതിൽ എക്സ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എക്സ് ഹൈ ആവണമെങ്കിൽ ഇവിടെ വരെ ഉള്ളൂ. എക്സ് ഈ കോളത്തിൽ ഇവിടെ വരെ പറയുന്നത് നമുക്ക് കൊടുക്കുന്ന ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്ന ആൻഡ് ഗേറ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് ഹൈ ആവണം എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എയും ബിയും ഹൈ ആയിരിക്കും. ഇനി എക്സ് ലോ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എയോ ബിയോ ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എക്സ് ലോ ആയിട്ട് കിട്ടും. അതുപോലെ എയും ബിയും ലോ ആയാലും എക്സ് ലോ ആയി കിട്ടും. ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത്. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എക്സ് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടായ എയും ബിയും ഹൈ ആയിരിക്കണം. എക്സ് ലോ ആണെന്നുണ്ടെങ്കിൽ എയിൽ ബിയിൽ ഏതെങ്കിലും ഒന്ന് ലോ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും എയും ബിയും രണ്ടും ലോ ആയിരിക്കും. അപ്പൊ നമുക്കിത് വരച്ചേക്കണം നോക്കിയേ. രണ്ട് ലോ കൊടുത്തു, ഇതിൽ എയും കൊടുത്തു, ഇത് എയും ഇത് ബിയും ആണ്. ആൻഡ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗേറ്റിലേക്ക് രണ്ട് ഇൻപുട്ട് കൊടുത്തു, ഒന്ന് എയും ബിയും. എയും ലോ ആണ്, ബിയും ലോ ആണെങ്കിൽ റിസൾട്ട് ലോ ആയിരിക്കും. അതുപോലെ എ ലോ ആണ്, ബി ഹൈ ആണെന്നുണ്ടെങ്കിലും റിസൾട്ട് ലോ ആയിരിക്കും. അതുപോലെ എ ഹൈ ആണെങ്കിലും ബി ലോ ആണെങ്കിലും റിസൾട്ട് ലോ ആയിരിക്കും. രണ്ട് ഹൈ ആവുന്ന കേസിൽ, എയും ബിയും ഹൈ ആവുന്ന കേസിൽ മാത്രമേ റിസൾട്ട് നമുക്ക് ഹൈ ആവുള്ളൂ. ഇത്രയുള്ള ആൻഡ് ഗേറ്റ് പഠിക്കാനുള്ളത്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആവശ്യമുണ്ട് കേട്ടോ. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാലോ. നേരത്തെ കൊടുത്ത പോലെ 1 എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും, 0 എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. അപ്പൊ രണ്ട് കണ്ടീഷനിലും ട്രൂ ആവുന്ന കേസിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ബാക്കിയൊക്കെ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഹൈ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ റിസൾട്ട് ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ ലോ ആയിരിക്കും. ആൻഡ് ഗേറ്റ് ക്ലിയർ ആണോ? ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ബൈനറി ഇൻപുട്ടുകളുടെ ഗേറ്റിൽ നമുക്ക് ടോട്ടൽ നമ്പർ പോസിബിൾ കോമ്പിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് n എന്ന് പറയുന്നത് 2n ആയിരിക്കും. 2n ആണെന്ന് പറയുമ്പോൾ നോക്കിയേ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻ, ഇൻപുട്ട് കോമ്പിനേഷൻ ആണ്. അപ്പൊ n-ന്റെ നമ്പർ ഇൻപുട്ട് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് കൊടുക്കുന്ന 2 ഇൻപുട്ട് ആണെങ്കിൽ ഈ n-ന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, 2n. ഞാൻ കൊടുത്ത ഇൻപുട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, എയും ബിയും ആണെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് കൊടുക്കുന്നത് നമുക്ക് 2 = 4. 4 റിസൾട്ട് ആണ് നമുക്ക് ഇപ്പൊ ഈ കോളത്തിൽ കിട്ടിയത്. 4 റിസൾട്ട് അല്ലേ? ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് 4 റിസൾട്ട് ആണ് കിട്ടിയത്. ഇതേപോലെ n-ന്റെ വാല്യൂ 3, എയും ബിയും സിയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് n-ന്റെ വാല്യൂ 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുമ്പോൾ 8 റിസൾട്ട് നമുക്കവിടെ കിട്ടും. 8 റിസൾട്ടിന്റെ കോമ്പിനേഷൻ നമുക്കവിടെ കിട്ടും. അതുപോലെ 4 ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുമ്പോൾ 16 കോമ്പിനേഷൻ നമുക്കവിടെ റിസൾട്ട് ആയിട്ട് കിട്ടും. അതിനുള്ള ഇക്വേഷൻ ആണ് അവിടെ പറഞ്ഞത് n = 2n. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഇനി പഠിക്കാനുള്ള ഭാഗം n-ന്റെ ഇക്വേഷൻ, കോമ്പിനേഷൻ കാണാനുള്ള ഫോർമുല n = 2n. n എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എത്ര ഇൻപുട്ട് ആണോ ആ ഇൻപുട്ട് ആണ് അവിടുത്തെ n. അത് വെച്ച് 2-ന്റെ പവർ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ കോമ്പിനേഷൻ. ക്ലിയർ ആണോ? ഇനി ഇത്രയാണ് നമുക്ക് ആൻഡ് ഗേറ്റിൽ വരുന്നത്. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ലോജിക് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഇൻഡു വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരത്തില്ലേ, ആ ഒരു കേസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 × 0 എന്ന് പറയാൻ നമുക്ക് 0 എന്ന് അറിയാം. 0 × 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 1 × 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 1 × 1 എന്ന് പറയുന്ന സമയത്ത് മാത്രമേ 1 ആവുള്ളൂ. അപ്പൊ ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ
സെയിം ബേസിക് റൂൾസ് ഗീവിംഗ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. സെയിം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സെയിം ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ പറഞ്ഞ കേസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിന്റെ ഇപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ പറയുമ്പോൾ ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു മൾട്ടിപ്ലിക്കേഷനിലെ സെയിം കേസ് ആൻഡ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ട് ഈക്വൽ ടു എ ഇൻറ്റു ബി ആയിരിക്കും. ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് പറയുന്നത്. ഹലോ 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 ആ ക്ലിയർ അല്ലേ പറയണേ? ആ മിസ് ഇപ്പൊ കേൾക്കാം. ആ ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കിയേ, ആൻഡ് ഗേറ്റിൽ 2 ഇൻപുട്ട് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും വരാം. അപ്പൊ 2 ഇൻപുട്ട് വരുമ്പോൾ അതിന്റെ റിസൾട്ട് എയും ബി ആണ് കൊടുത്തേക്കണം. അപ്പൊ റിസൾട്ട് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആയിരിക്കും. 3 റിസൾട്ട് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ബി സി എന്ന് വരും. എ ഇൻറ്റു ബി ഇൻറ്റു സി. 4 റിസൾട്ട് ആകുമ്പോൾ എ ബി സി ഡി എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ആൻഡിന്റെ കോമ്പിനേഷൻ നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയണം. സെയിം അത് തിരിച്ചെഴുതിക്കണം മാത്രമേ ഉള്ളൂ. ഇതൊന്നും വേണമെന്നില്ല, അത് നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ വേണമെന്നില്ല. ആൻഡ് ഗേറ്റ് കേസ്. ഇനി വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർ ഗേറ്റ് വരിക. ആൻഡ് ഗേറ്റ് വരയ്ക്കണം എങ്ങനെ നോക്കിയേ, നേരത്തെ നമ്മൾ ഒരു ഡി പോലെ സ്ട്രെയിറ്റ് ലൈനിലാണ് കൊടുത്തിരുന്നത്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, കർവ് ഉണ്ടാവും. ഇതിന് അത് ഇങ്ങനെ ചെരിച്ചിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടേക്ക് വരുന്ന ഇൻപുട്ട് എയും ബിയും ആയിരിക്കും ഇൻപുട്ട്. ഈ ഫിഗറാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഫിഗറാണ് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പുള്ള ഷേപ്പാണ് നമുക്ക് ഓർ ഗേറ്റിന് വരിക. ഇനി ഓർ ഗേറ്റിന്റെ ഓപ്പറേഷൻ വരുന്നത്, ഇനി വേണ്ട ഡെഫിനിഷൻ ഇത് നോക്കാം. ഇതിൽ 2 ഇൻപുട്ട് ഓർ ഗേറ്റിൽ കൊടുക്കുന്ന ഇൻപുട്ട് എക്സ് ഹൈ ആവണം എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എയോ ബിയോ ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഹൈ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഹൈ ആയിരിക്കും. രണ്ടും ഹൈ ആണെന്നെങ്കിൽ റിസൾട്ട് ഹൈ ആയിരിക്കും. രണ്ടും ലോ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ, ലോ ആവുള്ളൂ. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ ഈ ഡെഫിനിഷൻ ഇവിടെ വരാൻ മതി. പിന്നെ ഫിഗർ നോക്കിയേ, 2 ലോ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ലോ ആവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഒരു ഹൈ വന്നാലും ഹൈ ആയിരിക്കും, 2 ഹൈ വന്നാലും ഹൈ ആയിരിക്കും, ആദ്യം വന്നാലും അങ്ങനെ ഈ 3 കണ്ടീഷൻ. ഇപ്പൊ ഈ 4 ഇത് നേരെ ഓപ്പോസിറ്റ്, ലാൻഡിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ തന്നേക്കണം ഇപ്പൊ. അപ്പൊ ആൻഡിന്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർ കിട്ടി. ഇനി അതിന്റെ ട്രൂത്ത് ടേബിൾ വരുമ്പോൾ നോക്കിയേ, 0 വരുന്ന സമയത്ത് മാത്രമേ 0 വരുന്നുള്ളൂ, ബാക്കിയുള്ളടത്ത് 1 ആയിരിക്കും. ഇപ്പൊ ആൻഡ് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഓർ ഗേറ്റ് വരുന്നത്. ഈ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി വരുന്നതാണ്. ആൻഡ്, ഓർ, നോട്ട്, ഇത് 3ഉം ബേസിക്കലി വരുന്നതാണ്. അപ്പൊ ആൻഡിന്റെ കേസ് സാധാരണ എ ഇൻറ്റു ബി എന്ന് കൊടുക്കുന്ന പോലെ, ഓർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്ന ഫോം ആയിരിക്കും. നോട്ട് എന്ന് പറയുമ്പോൾ ഹൈ കൊടുത്താൽ ലോ വരും, ലോ കൊടുത്താൽ ഹൈ വരും, ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ആൻഡ് ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും നോക്കി എ പ്ലസ് ബി ഫോമിലായിരിക്കും. വെച്ചാൽ ബൂളിയൻ അഡീഷൻ ആയിരിക്കും. ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു പറഞ്ഞു, എ ഇൻറ്റു ബി ആയിരുന്നു. ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഫോമിലായിരിക്കും ഓർ ഗേറ്റ് വരാം. നോട്ട് എന്ന് പറയുമ്പോൾ എ കൊടുത്താൽ എ കോംപ്ലിമെന്റ് വരും, എ കോംപ്ലിമെന്റ് കൊടുത്താൽ എ വരും. ഇങ്ങനെയാണ് അതിന്റെ മൂന്നെണ്ണത്തിന് കേസ്. ഈ മൂന്നെണ്ണത്തിന് നമ്മൾ എന്താ പറയാ, ബേസിക് ആയിട്ടുള്ള ബൂളിയൻസ് ബേസിക്സ് വരുന്നത് ഇത് 3ആണ്. ഇനി നേരത്തെ കൊടുത്ത പോലെ ഇതില് ഇപ്പൊ നമുക്ക് 2 ഇൻപുട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത് കണ്ടോ, എയും ബിയും ആണ് കൊടുക്കുന്നത്. എയും ബിയും കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നപ്പോ എ ഇൻറ്റു ബി ആയിരുന്നു റിസൾട്ട്. ഇവിടെ എ പ്ലസ് ബി എന്ന് കിട്ടും. 3 ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. 4 കൊടുക്കുമ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആയിരിക്കും ഇതിന്റെ റിസൾട്ട്. ക്ലിയർ ആണത്? ഓർ ഗേറ്റ് വരുമ്പോൾ നോക്കി എ പ്ലസ് ബി എന്ന ഫോമിലായിരിക്കും ഓർ ഗേറ്റ് ബൂളിയൻ ഓൾജിബ്ര ബൂളിയൻ അഡീഷൻ വരുന്നത്. എ പ്ലസ് ബി ഫോമിലായിരിക്കും ബൂളിയൻ അഡീഷൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും റിസൾട്ട് വരാം. ഇതാണ് ഓർ ഗേറ്റിന്റെ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഫോമിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. നേരത്തെ തന്നെയാണ് ഈ കൊടുത്തേക്കണം കേട്ടോ. ഇനി ട്രൂത്ത് ടേബിൾ നേരത്തെ പറഞ്ഞത് വേണ്ട ആപ്ലിക്കേഷൻ വേണ്ട. ഇനി വരുന്നത് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് വെച്ചാൽ ആൻഡിന്റെയും ഓറിന്റെയും, ഇവിടെ നമുക്ക് ഇൻവെർട്ടർ ആയിട്ടുള്ള ആൻഡിന്റെയും ഓറിന്റെയും ആൻഡും നോട്ടും കൂടി നോട്ടും ആൻഡും കൂടുന്നതാണ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ, നാൻഡ് എന്ന് പറഞ്ഞാൽ നോട്ടും ആൻഡും കൂടി, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന റിസൾട്ട് ആണ് നമുക്ക് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്, അല്ല നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്.
അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ആൻഡിന്റെ കൂടെ ഞാൻ പറഞ്ഞു ആൻഡും നോട്ടും ആണെന്ന്. ആൻഡും വരും നോട്ടും വരും. നോട്ടിന്റെ സിമ്പിൾ നമ്മൾ നേരത്തെ ഇതുപോലെ ആയിരുന്നു നോട്ടിന്റെ സിമ്പിൾ വരാം. ഒരു ട്രയാങ്കിൾ വന്നിട്ട് അതിൽ നിന്ന് ട്രയാങ്കിൾ ആയിരുന്നു, അതിൽ കൂടെ ഒരു സിംഗിൾ ബബിൾ ഇട്ടിട്ട് കൊടുക്കുക. ഈ ബബിൾ എന്ന് കാണിക്കുന്നത് നോട്ട് എന്ന് മീൻ ചെയ്യാനാണ് ഈ ബബിൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ആൻഡ് എന്ന് പറയുന്നത് നാൻഡ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ നമ്മൾ ഇപ്പൊ പറഞ്ഞ നാൻഡ് എന്ന് പറഞ്ഞാല് ആൻഡും അതിന്റെ കൂടെ നോട്ടും വരുന്നത്. അപ്പൊ ആൻഡ് പ്ലസ് നോട്ടാണ് നമുക്ക് കിട്ടുന്ന നാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നാൻഡിന്റെ സിമ്പിൾ നോക്കിയേ, ആൻഡ് എങ്ങനെയാണോ അത് കൊടുക്കുക, ഈ നോട്ടിന്റെ ബബിൾ സിമ്പിളും കൊടുക്കുക. അപ്പൊ അത് നോട്ടായി. ഒന്നുമില്ല ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എ രണ്ട് ഇൻപുട്ട് എയും ബിയും രണ്ട് ഇൻപുട്ട് വന്നു, ആൻഡ് ഗേറ്റ് വന്നു, നോട്ട് ഗേറ്റും വന്നു, ഈക്വൽ ടു എക്സ് ആയി. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ് വരച്ചു കൊടുക്കുക, നോട്ട് ഗേറ്റ് വരച്ചു കൊടുക്കുക, അപ്പൊ റിസൾട്ട് എക്സ് ആയി. ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യും ആൻഡ് ഗേറ്റിന്. ഇനി ആൻഡ് ഗേറ്റിന്റെ വരുന്ന കണ്ടീഷൻ നോക്കിയാൽ ആൻഡ് ഗേറ്റിൽ വരുന്നത് ഔട്ട്പുട്ട് എസ് ഈസ് ലോസ് ഇഫ് ദ ഇൻപുട്ട് എ ആൻഡ് ബി ആർ ഹൈ. അതായത് ഔട്ട്പുട്ട് ലോ വരണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രം, ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ലോ ആവുള്ളൂ. എക്സ് ഈസ് ഹൈ ഐദർ എ ആൻഡ് ബി ആർ ലോ. എക്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ എക്സ് ഹൈ ആയിരിക്കും. അതുപോലെ ബോത്ത് എ ആൻഡ് ബി ആർ ലോ. അതുപോലെ വണ്ണും കൊടുത്താലും സീറോയും കൊടുത്താലും സീറോ ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഈ ഇൻപുട്ട് ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ, ഇൻപുട്ട് നോക്കിയാൽ 1 0 0 1 ഡിഫറെന്റ് ഇൻപുട്ടിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഹൈ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതിനോട് അതായത് ഇൻപുട്ട് ഡിഫറെന്റ് ആയതിന് മാത്രമേ ഹൈ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ബാക്കി സെയിം വരുന്ന ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നോക്കിയേ, ഡിഫറെന്റ് വരുന്നതിന് മാത്രം ഉണ്ടാവും. ലോയും ഹൈയും വന്നു, ഇവിടെ ഹൈയും ലോയും വന്നു, ഇത് മാത്രമേ ഹൈ വരുള്ളൂ. ബാക്കി രണ്ടും സെയിം വരുന്ന രണ്ടും ലോയും വരുമ്പോ ഹൈ ആയിരിക്കും. ലോയും ബോത്ത് എ ആൻഡ് ബി ആർ ലോ എന്ന് പറയണം. ബോത്ത് എ ആൻഡ് ബി ആർ വരുന്നത് ലോ. എക്സ് ഈസ് ഹൈ ഐദർ എ ആൻഡ് ബി ആർ ലോ. എക്സ് ഹൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആൻഡിക്കേറ്റ് ഔട്ട്പുട്ട് ഈസ് എക്സ് ഈസ് ലോ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എയും ബിയും ഹൈ ആയിട്ടുണ്ടെങ്കിൽ എസ് ലോ ആയിരിക്കും ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത് എസ് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ എ ഓർ ബി ലോ ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വന്നു. എ ഓർ ബി ലോ ആണെന്നുണ്ടെങ്കിൽ എക്സ് ലോ ആയിരിക്കും. പിന്നെ ബോത്ത് എ ആൻഡ് ബി ആർ വന്നാലും ലോ ആയിരിക്കും. രണ്ടും സെയിം ആയിട്ട് വരുന്ന സമയത്ത് ലോ ആണ് വേണ്ടത്. ഇതിലൊരു കണ്ടീഷൻ കൊടുത്തത് തെറ്റാണ്. 0 0 വരുമ്പോൾ ഇത് ലോ ആയിരിക്കും കേട്ടോ. ഇത് ലോ ഓഫ് 0 ആണ്. അല്ലല്ലോ, അല്ല, ഇത് ആൻഡ് ഗേറ്റിന്റെ ഓപ്പോസിറ്റ്. ഇത് ശരി തന്നെയാണ്, മാറ്റണ്ട, ഐ തന്നെയാണ്. എന്നുവെച്ചാൽ ആൻഡ് ഗേറ്റിന്റെ ഓപ്പോസിറ്റ്. ആൻഡ് ഗേറ്റിൽ നമുക്ക് ഇവിടെ മാത്രമേ 1 ഉണ്ടായിരുന്നു, ബാക്കിയുള്ളടത്ത് 0 ആയിരുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയൊക്കെ 1 0 വരും. സെയിം ആൻഡ് കേസ് അല്ല നമ്മൾ എടുത്തത്. ആൻഡിന്റെ നെഗേഷനല്ലേ നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ ആൻഡിന്റെ നെഗേഷൻ വരുന്നത് എന്തായിരിക്കും? ആൻഡ് 0 0 കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടുന്നത് 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് 1 വരണം റിസൾട്ട്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി 0യും 1ഉം കൊടുക്കുമ്പോൾ ആൻഡിൽ എന്താ വരുന്നത്? 0 ആണ് വന്നിരുന്നത്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതാണ് ഈ കണ്ടീഷൻ. അത് 1 0 കൊടുത്താലും ആൻഡിൽ 0 വരുന്നു, അപ്പൊ നമുക്ക് 1 വരും. ഇവിടെ 1ഉം 1ഉം കൊടുക്കുന്ന സമയത്ത് ആൻഡിൽ 1 ആയിരുന്നു, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ 0 വരും. അത് ആൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് നാൻഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? നാൻഡ് ഗേറ്റ് വരയ്ക്കുമ്പോൾ ഇതുപോലെയാണ് നാൻഡ് ഗേറ്റ് വരയ്ക്കുക. ഒന്നുമില്ലെങ്കിൽ ആൻഡിന്റെ കൂടെ കൊടുക്കുക. ഇതിന്റെ നെഗേഷൻ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നെഗേഷൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. നെഗേഷൻ ഓഫ് എ, നെഗേഷൻ ഓഫ് ബി, ആൻഡ് ഓറിലേക്ക് കൊടുക്കാം. ഇത് ഓർ ഗേറ്റിലേക്ക് നെഗേഷൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് ഓർ വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ് ഇട്ടിട്ട് നെഗറ്റീവ് കൊടുക്കാം. ഇനി വരുന്നതാണ് നോർ ഗേറ്റ്. നോർ എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വിടാവോ? നാളെയും ഇന്റേണൽ എക്സാം ഉണ്ട്. എക്സാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഈ നോർ ഗേറ്റും കൂടി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. നാൻഡ് നോറും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ എക്സോർ ഗേറ്റ് നമുക്ക് അടുത്ത ദിവസം പറയാം. എക്സോറും എക്സോറും ഉണ്ട്, നമുക്ക് അടുത്ത് പറയാം. ഇപ്പൊ നോറ് കൂടി പറഞ്ഞു നിർത്താം. നാൻഡ് കഴിഞ്ഞിട്ട് നാൻഡ് പറഞ്ഞു. നാൻഡ് അടുത്ത നോറ വരുന്നത്. നാൻഡ് എന്ന് പറയുമ്പോൾ നോട്ടിന്റെയും ആൻഡിന്റെയും, നോട്ടും ആൻഡും കൂടി ചേരുന്നതാണ് നാൻഡ് എന്ന് പറയുന്നത്. അതായത് നോട്ടും
ആൻഡും പ്ലസ് ആൻഡും കൂടി ചേരുന്നതാണ് നാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോട്ടും ഓറും കൂടി ചേരുമ്പോൾ നമുക്ക് എന്തായി? ഓറും കൂടി ചേരുമ്പോൾ നമുക്കത് നോറായി. ഓക്കെ, അപ്പൊ ഓർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോർ ഗേറ്റിൽ വരാം. ഓർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോംപ്ലിമെന്റ് വരും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇവിടെ ആൻഡിന്റെ ആണെങ്കിൽ എ ഇൻറ്റു ബി കോംപ്ലിമെന്റ് ആയിരുന്നു നാൻഡ് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. നാൻഡ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ഹോൾ കോംപ്ലിമെന്റ്. ഇവിടെ നോർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ റിസൾട്ട് ഇതുപോലെ ആയിരിക്കും വരാം. നേരത്തെ കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും 0 0 വരുമ്പോൾ നാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോറ് വരാം. 0 0 വരുമ്പോൾ മാത്രം 1 വരും. ബാക്കി ഓപ്പോസിറ്റ് കണ്ടീഷൻ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് കിട്ടും? 0 വരും. ഇനി എക്സ്ക്ലൂസീവ് ഓറും എക്സ്ക്ലൂസീവ് നോറും ആണ്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആൻഡ്, ഓറ്, നോട്ട്, നാൻഡ്, നോറ് പഠിച്ചത്. ഇതില് നാൻഡിനെയും നോറിനെയും നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നത് ഈ നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പല കോമ്പിനേഷനും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നത് നാൻഡും നോറും ആണ്. അതിന് കാരണം ഇത് യൂസ് ചെയ്ത് നമുക്ക് പല കോമ്പിനേഷനും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നാൻഡില് ഇൻപുട്ട് രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 അല്ലേ? നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് കാണിക്കാവോ? നാൻഡിന്റെ ട്രൂത്ത് ടേബിൾ ഹൈ ആണെങ്കിൽ 0 അല്ലേ? 0. അതായത് നമ്മൾ ആൻഡ് ഓർത്ത് വെക്കുക. ആൻഡിന്റെ പ്രത്യേകത എന്താ? ആൻഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഈക്വൽ ആയ കണ്ടീഷൻ മാത്രമേ റിസൾട്ട് ഉള്ളൂ. ബാക്കിയുള്ളത് ഏത് കണ്ടീഷൻ എടുത്താലും 0 ആയിരിക്കും. 1ഉം 0 എടുത്താലും 0 ആയിരിക്കും. 0 0 എടുത്താലും 0 ആയിരിക്കും. അപ്പൊ ഈ ആൻഡ് കണ്ടീഷന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതൊക്കെ 1 ആവും, ഇതൊക്കെ 1 ആവും, ഇത് മാത്രം 0 ആവും. കണ്ടോ? ഇതാണ് നാൻഡ്. അപ്പൊ നോർ എങ്ങനെ വരും? നോർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നില്ല നോർ വന്നിരുന്നത്. നോറ് എല്ലാത്തിലും 1 എടുക്കുമ്പോൾ 1 ആവും, 1 0. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ സീറോയില് മാത്രം 1 അല്ലേ? 0ല് മാത്രമാണ്. അതിന്റെ ഓപ്പോസിറ്റ് നോർ എടുക്കുക. നോറിന്റെ ഓപ്പോസിറ്റ് ഓറിന്റെ ഓപ്പോസിറ്റ് നോറും ആൻഡിന്റെ ഓപ്പോസിറ്റ് നാൻഡും. അതായത് നമുക്ക് എടുക്കുന്നത് നമ്മൾ എന്താ ഈ ഫിഗർ ഈ നാൻഡ് എന്ന് എഴുതുമ്പോൾ തന്നെ അറിയാം എന്നും ആൻഡും അല്ലെ? ആൻഡിന്റെ കൂടെ എന്നും ഒന്നും. എൻ എന്ന് പറയുന്നത് എന്താണ്? ആൻഡിന്റെ നെഗേഷൻ ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആൻഡിന്റെ നെഗേഷൻ ആയിരിക്കണം എന്ന് പറയുന്നത് നാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ എന്നും ഓറും കൂടുമ്പോഴാണ് നോറ് വരുന്നത്. അപ്പൊ ഓറിന്റെ നെഗേഷൻ ആയിരിക്കും നോറ് എന്ന് പറയുന്നത്. അത്ര കൊടുത്താൽ മതി. അതുമ്പോൾ തന്നെ കിട്ടി. ഓറിന്റെ നെഗേഷൻ എടുക്കുക, നോറ് കിട്ടി. ആൻഡിന്റെ നെഗേഷൻ എടുക്കുക, നാൻഡ് കിട്ടി. ഇനി ആൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഓർ. ആൻഡിന്റെ ഓപ്പോസിറ്റ് ഓർ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ 1 കൊടുത്താൽ 0 ആയിരിക്കും, 0 കൊടുത്താൽ 1 കിട്ടും. അതിന് ഇൻവെർട്ടർ. ക്ലിയർ ആണോ? ക്ലിയർ. ഇത് ശരിക്കും ഒന്ന് മനസ്സിലാക്കി ഈ ട്രൂത്ത് ടേബിൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അപ്പൊ ട്രൂത്ത് ടേബിൾ മറക്കരുത്. അപ്പൊ നമുക്ക് ഇത്രയും മതി. എന്നാ വിളിച്ച് നിർത്താം. ഓക്കെ, ക്ലിയർ ആയി.